വെൽക്കം ബാക്ക് ടു ഓൾ ട്രേഡിംഗ് ലേണിംഗ് സീരീസ് ഡേ 8. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഓർഡർ ബ്ലോക്ക് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പെട്ടെന്നൊരു വലിയ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു ലോയിനോ അല്ലെങ്കിൽ ഹൈയിനോ ആയിരിക്കും അവിടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ടേമിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാകും ഓർഡർ ബ്ലോക്ക്. കാരണം വെച്ചാൽ അവിടെ കുറച്ച് ഓർഡേഴ്സ് ബ്ലോക്ക് ആയി കിടപ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് ആയി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ പെൻഡിങ് ആയി കിടക്കുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും റീപ്ലേസ് ചെയ്തിട്ട് അവിടുത്തെ ഓർഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വീണ്ടും ആ ഒരു റണ്ണ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് വർക്കാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എൻ്റെ ഒരു പേഴ്സണൽ മെത്തേഡ് മാത്രമാണ്. കാരണം ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ചെയ്യാനുള്ള വേറെ കുറേ കൺസെപ്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വാലിഡ് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യാൻ പലർക്കും പല രീതികളുണ്ടാകും. എൻ്റെ പേഴ്സണൽ രീതി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഞാൻ ആദ്യം ഡ്രോ ചെയ്ത് കാണിച്ചു തരാം, അതിനുശേഷം ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, ഞാനിത് ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട, ഞാൻ നല്ല ക്ലിയർ ആക്കി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് നോക്കണമെങ്കിൽ ആദ്യം അതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് ഒരു ഹൈസ് ആയിട്ടാണ്, കാരണം ഞാൻ ബീരിഷ് ഓർഡർ ബ്ലോക്കാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഹൈസ് ആകാം, എഫ്ഇജികളാകാം, ലോസ് ആകാം. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് സ്വിംഗ് ഹൈ എന്നും സ്വിംഗ് ലോ എന്നും ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരു സ്വീപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലോ ഉണ്ടാവും. ഓക്കെ, ആ ലോയിനെ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ബ്രേക്ക് ചെയ്യണം. ഒരു MSS എന്ന് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അവിടെ തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റും ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ചേഞ്ച് ആയെന്ന്. അതോടൊപ്പം തന്നെ ആ ബ്രേക്കിന് ശേഷം അവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടാകണം. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് എന്താണെന്നൂടെ ഞാനിപ്പോൾ ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇൻഡ്യൂസ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തിയിട്ട് ഒന്ന് നമ്മുടെ ഏരിയയിലേക്ക് ഒന്ന് ഡൗൺ ആവുന്നു, അല്ലെ ഇവിടെ ഇപ്പം ഒരു ബിയറിഷ് അല്ലേ നമ്മൾ നോക്കുന്നത്, സോ ഡൗണിലോട്ട് പോകുന്ന കാണിക്കും. സോ കുറേ പേര് ഉണ്ടാക്കും, അവിടെ എൻട്രി ചെയ്യും. അപ്പോൾ അവർ എൻട്രി ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കും. അപ്പോൾ മാർക്കറ്റ് എന്താക്കും, ചെറിയൊരു മൂവ്മെൻറ്റ് നമ്മുടെ സൈഡിലേക്ക് തന്നതിന് ശേഷം ആ ഒരു SL ഹണ്ട് ചെയ്യും. സോ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണെങ്കിൽ അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നടക്കണം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്താക്കും, ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ഓർഡേഴ്സൊക്കെ ടേക്ക് ചെയ്തിട്ട് ആ ഒരു OB ഏരിയയിലേക്ക് പോകും. OB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിയറിഷ് ആണെങ്കിൽ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ഓഫ് എ ബിയറിഷ് സിനേരിയോ, അല്ലെങ്കിൽ ബുള്ളിഷ് ആണെങ്കിൽ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ ഓഫ് എ ബുള്ളിഷ് സിനേരിയോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് ബിയറിഷോട്ട് പോകുകയാണ്, അല്ലെങ്കിൽ ബിയറിഷ് OB എന്ന് പറയുന്നത് ആ ബിയറിഷ് മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. അതേപോലെ തന്നെ ഒരു ബുള്ളിഷ് OB ആണ്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് OB ആണ് അവിടെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു ബിയറിഷ് ക്യാൻഡിലായിരിക്കും. ഓക്കെ, ഒരു വാലിഡ് OB കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു MSS വേണം, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഒരു FEG എന്നുള്ളത്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഓക്കെ, മാർക്കറ്റിലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ കൂടെ തന്നെ ഒരു FEG കൂടെ അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് കൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായിരിക്കും ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പം നമ്മളൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി. സോ നമുക്ക് ഇനി അവിടെ നിന്ന് എൻട്രി എടുക്കണം. അവിടെ എങ്ങനെയാണ് എൻട്രി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു OBയുടെ ഓപ്പണിംഗ് വേണം നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യാൻ. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് വെക്കണം. എന്താകണം, ആ ഒരു OBൻ്റെ ഹൈയിൽ കുറച്ചുകൂടി ബ്രേക്കിംഗ് സ്പേസ് വിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. പിന്നെ ടാർഗറ്റ് നിങ്ങൾക്ക് ആ ഒരു റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലോയിനെ നമുക്ക് ടാർഗറ്റ് വെക്കാമെന്ന്. ഇപ്പം ഒരു ബിയറിഷ് OBയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ലോയിനെ, അല്ലെങ്കിൽ ബുള്ളിഷ് OBയിലാണ് നമ്മൾ എൻട്രി നോക്കുന്നത്, റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഹൈനെ വേണം നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്ത് കണ്ടു. ജസ്റ്റ് നമുക്ക് ലൈവ് ചാർട്ടിൽ പോയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും, ഇതൊരു ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. ആദ്യം നമുക്ക് ബയാസ് കണ്ടെത്തണം. ഓക്കെ, നമ്മളിവിടെ ഡേൻ്റെ ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താക്കിയതിന് ശേഷം 1 ഹവറിലോട്ട് മാർക്കറ്റിനെ സ്വിച്ച് ചെയ്തു, ചാർട്ടിനെ സ്വിച്ച് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു 1 ഹവർ ആ ഒരു ഡേൻ്റെ ലോ സ്വീപ്പ് ചെയ്ത ശേഷം അവിടെ ഒരു 1 ഹവറിൻ്റെ ലോ ക്രിയേറ്റ് ആയി. ആ ഒരു ലോയിനെ വീണ്ടും മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഓക്കെ, ആ ലോയിനെ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളതൊക്കെ ലോ ടൈം ഫ്രെയിമോട് സ്വിച്ച് ചെയ്തു, 5 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു ഏരിയ നമ്മൾ നോക്കി. ഓക്കെ, ആ ഒരു സ്വീപ്പിന് ശേഷം നമ്മൾ 5 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണമെന്നുള്ളത്. ഇവിടെ ഒരു ലിക്വിഡിറ്റി 1 ഹവറിൻ്റെ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താക്കി, ആ സ്വീപ്പിന് ശേഷം മാർക്കറ്റ് നല്ലൊരു MSS വന്നു. ഓക്കെ, ഇവിടെ ഒരു ഇൻറ്റേർണൽ ഒരു MSS ഉണ്ട്, അതോടൊപ്പം തന്നെ മുകളിൽ നോക്കിയാൽ എക്സ്റ്റേണൽ ആയിട്ട് MSS കാണാം. നമ്മളാ പഠിച്ചാൽ ഇവിടെ നേരെ വർക്കാകുന്നില്ലേ, നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു എക്സ്റ്റേണൽ MSS മാർക്കറ്റ് തന്നു. അപ്പോൾ തന്നെ നമുക്ക് കൺഫേം ആയി എന്താണ്, ആ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ബിയറിഷ് ആയ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ബുള്ളിഷോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമുക്കവിടെ ഒരു MSS കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം, അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം, അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പം ഞാൻ പഠിപ്പിച്ച കാര്യം എങ്ങനെയാണ്, ഇൻഡ്യൂസ്മെൻറ്റ് എന്താണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, ആ ഒരു മാർക്കറ്റ് നമ്മളിപ്പം വെച്ച ഡയറക്ഷൻ, ഇപ്പം നമ്മൾ ബുള്ളിഷിലെ ഡയറക്ഷൻ വെച്ചിരുന്നത്, സോ ബുള്ളിഷിലോട്ട് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്യുന്ന ഒരു അപ്പ് ചെയ്യുന്നവരെ കാണിക്കും. അതിനുശേഷം മാർക്കറ്റ് എന്താക്കും, താഴോട്ട് ഡൗൺ ആവും. സോ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫസ്റ്റ് മാർക്കറ്റ് ആ ഒരു ചെറിയൊരു ഏരിയ വന്നിട്ട് എന്താക്കി, അവിടുത്തെ ലിക്വിഡ് എടുത്തിട്ട് മുകളിലോട്ടൊന്ന് അപ്പ് ചെയ്യുന്നവരെ കാണിച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇവിടുന്ന് ചെറുതായിട്ട് മാർക്കറ്റ് മുകളിലോട്ടൊന്ന് കാണിച്ചു. സോ കുറേ പേര് അവിടെ എൻ്റർ ചെയ്തു. ഓക്കെ, മനസ്സിലാവും, കുറേ പേര് അവിടെ എൻ്റർ ചെയ്തു. കാരണം മാർക്കറ്റിന് ഒരു കാര്യം നടക്കണം, അവിടെ റീസൺ ഉണ്ടാവും. ഓക്കെ, എന്ത് കാര്യം നടന്നാലും
അപ്പോൾ ലേശം എന്താക്കി മാർക്കറ്റ് ശേഷം താഴോട്ട് ചെറുതായിട്ട് വന്നിട്ട് വീണ്ടും ഒരു ഇൻഡ്യൂസ്മെൻ്റ് അവിടെ സംഭവിച്ചു. ഓക്കെ, വീണ്ടും അവിടെ എന്താക്കി മാർക്കറ്റ് മുകളിലോട്ട് കാണിച്ചു. സോ കുറേ പേര് അവിടെ എൻ്ററായി, അവരൊക്കെ സ്റ്റോപ്പ് ലോസ് എൻ്റെ താഴെ വെച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മാർക്കറ്റിന് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവും. സോ മാർക്കറ്റ് ആ ഇൻഡ്യൂസ്മെൻറ്റിന് ശേഷം എന്താക്കി മാർക്കറ്റ് ഡൗണിലോട്ട് വന്നു. എങ്ങോട്ട് വന്നു? നമ്മുടെ ഒരു OBയിലേക്ക് മാർക്കറ്റ് വന്നു. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ OB ഡ്രോ ചെയ്ത് കാണിക്കാം. ഞാൻ എന്താ പറഞ്ഞത്, ഒരു ബുള്ളിഷ് OB ആണെങ്കിൽ ആ ഒരു ബുള്ളിഷ് സിനേറിയോയിലെ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ ഇവിടെ നോക്കിയാൽ ആ ഒരു ബുള്ളിഷ് സിനേറിയോയിലെ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിലാണത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ലോ എടുത്തതെന്ന്, ആ താഴത്തെ ലോ എടുക്കാത്തത്. കാരണം ഇവിടുന്ന് ആ ഒരു MSSന് കാരണമായത് ഈ ഒരു ലോയാണ്. മനസ്സിലായോ? ആ ഒരു FEG ടേക്ക് ചെയ്ത് മുകളിലോട്ട് ആ MSSന് കാരണമായത് അവിടുത്തെ ആ ലോ ആണ്. സോ അതായിരിക്കും അവിടുത്തെ വാലിഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എൻട്രി എവിടെ നോക്കും? ആ ഒരു ഓപ്പണിങ്ങിൽ നിന്ന്, എവിടുന്ന്? ആ ഒരു OBയുടെ ഓപ്പണിംഗ് എൻട്രി നോക്കുകയും കുറച്ചൊന്ന് ബ്രീതിങ് സ്പേസ് വിട്ടിട്ട് നമ്മൾ SL കീപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ പറഞ്ഞത് ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഹൈയിൽ നമ്മൾ TP വെക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ആ ഒരു OBയെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തെന്ന്. ഓക്കെ, നിങ്ങളൊരു കാര്യം വിട്ടുപോയെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു വാലിഡ് OB വേണമെങ്കിൽ അവിടെ എന്തുകൂടി വേണം? FEG കൂടി വേണം, ഇൻഡ്യൂസ്മെൻറ്റ് വേണം, MSS വേണം, ഒരു FEG കൂടി വേണം. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു OBന് കൊടുത്തിട്ട് നല്ലൊരു FEG കൂടി അവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പം നല്ലൊരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണെങ്കിൽ അവിടെ ഒരു FEG വേണം, MSS വേണം, ഇൻഡ്യൂസ്മെൻറ്റ് വേണം. സോ അവിടെ ഒരു FEG കൂടെ നമുക്ക് ഫോം ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് എന്താക്കി, നേരെ ആ ഒരു OBയിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ആദ്യം ടൈമൊന്നും എടുത്തില്ല, നല്ല 2-3 ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് പോയി. സോ ഇങ്ങനെയാണ് ഒരു ഓർഡർ ബ്ലോക്ക്, വാലിഡ് ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതും ആ ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് കൊണ്ട് നമ്മൾ എൻട്രി എടുക്കുന്നതും ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കാണ്. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ബിയറിഷിലും വർക്ക് ആകുന്നത്. നിങ്ങൾക്ക് അതും കൂടെ കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി അതിൽ നിന്നും ട്രേഡ് എടുക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രേ ഉള്ളൂ. ഈ ഒരു ലേണിംഗ് സീരീസ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് മിസ്സാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.